ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് ഇന്നും നമ്മൾ സത്സംഗത്തിലിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് പറയാനുള്ള സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ തന്നെ ഞാനൊരു യാത്ര പോയതാണ്. വേറെ എവിടെയല്ല, നമ്മുടെ മുല്ലോർണി ദേവരുടെ തിരുമുമ്പിൽ 3ാമത് സപ്താഹം നടക്കാനായിട്ട് ഉള്ള ഈ ഏപ്രിൽ 3ാമത് സപ്താഹം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ശ്രീകണ്ഠേശ്വരം സോമവാര്യരാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മുഴുക്കുളത്ത് പോയിട്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലുള്ളവരുടെ കൂടെ പോയതായിരുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കും, ഇതൊക്കെ പറയുമ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു സപ്താഹം തന്നെയാണ്. അത് മനസ്സിൽ നിന്ന് മാറണേ ഇല്ല. അന്ന് സപ്താഹം ആദ്യമായിട്ട് എങ്ങനെ നടത്തും, ആരോട് പറയും? കാരണം ഒരുപാട് പേര് പരിചയമുള്ളവരുണ്ട്. ആരോട് പറഞ്ഞാലും അവർ സമ്മതിക്കാണ്ടിരിക്കില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷെ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ആലോചനയിലിരിക്കുന്ന അതേ സമയത്താണ് ഒരു സപ്താഹം കഴിഞ്ഞിട്ട് കുറുവല്ലൂർ ശ്രീഹരി തിരുമേനി ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ അമ്മമാരൊക്കെ കൂടി വന്നു. അന്ന് കുറച്ച് നേരം സത്സംഗം ഉണ്ടായിരുന്നു. ഇവിടെ ഭഗവാന്റെ കഥകൾ പറഞ്ഞു. അതൊരു നിമിത്തമായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, കാരണം ഞങ്ങൾക്ക് ആർക്കും ഒരുറപ്പുമില്ല, എത്ര പേര് കേൾക്കാൻ വരും, ആരെങ്കിലും ഉണ്ടാവുമോ, ആകെ കൂടി കേൾക്കാൻ ആരെങ്കിലും എത്തുമോ എന്നൊക്കെയുള്ളൊരു ഭയമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരും ഇല്ലെങ്കിലും വേണ്ടില്ല, ഭഗവാന്റെ മുമ്പിൽ ഞാനൊരു സമർപ്പണം പോലെ സപ്താഹം ചെയ്തു തരാം, എന്തെങ്കിലും ഒരു ദക്ഷിണയായിട്ട് തരിക, അതിൻ്റെ കണക്കൊന്നുമില്ല, എന്തെങ്കിലും. കാരണം എൻ്റെ സമർപ്പണം കൂടിയായിട്ട് ഞാനിത് ചെയ്യാൻ്റെ കൂടെ വരണവർക്ക് അവരും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്ന് അദ്ദേഹം തുറന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭഗവാൻ സമർപ്പണം അതെനിക്ക് മനസ്സിൽ നിന്ന് പോവില്ല. കാര്യം ഹരി എന്നൊക്കെ വിളിക്കും, അന്യനെ പോലെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേദിയിൽ കയറി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെയാണല്ലോ എല്ലാവരും. പക്ഷേ മുല്ലോർലി തേവരുടെ കാരുണ്യം എൻ്റെ തിരുമുമ്പിൽ വന്നിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, ഒരു വിഷമം ഉണ്ടാവരുത് വെച്ചിട്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. മനസ്സിൽ വിചാരിച്ചത് ആരും കേൾക്കാണ്ടാവില്ല എന്ന കുറച്ച് പേരെങ്കിലും കേൾക്കാനായിട്ട് അവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് തന്നെ ഭാഗ്യം. അത് കഴിഞ്ഞ് ആ ഒരു എപ്പോഴും അതെ സപ്താഹം എന്ന് പറയുമ്പോൾ ആ ഒരു സമർപ്പണ സപ്താഹമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു വരിക. അദ്ദേഹത്തിൻ്റെ ആ ഒരു തുടക്കം ഒട്ടും മോശമായില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നത് നമ്മുടെ മണികാന്തൻ തിരുമേനിയാണ്. അപ്പോൾ അതും അതെ ധാരാളം പേരുണ്ടായിരുന്നു. സപ്താഹത്തിൻ്റെ അവസാന സമയത്തൊക്കെ നിറഞ്ഞ് ഇരിക്കാൻ സ്ഥലമില്ലാത്ത അത്രയ്ക്കും ആൾക്കാരുണ്ടായിരുന്നു. അതും ഒരുപാട് സന്തോഷമാണ്. ഇപ്പോൾ ആ 3ാമത് സപ്താഹം ഈ മേടം 1 മാഹാത്മ്യത്തോടു കൂടി തുടങ്ങിയാണ്.
അപ്പോൾ അതിന് അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ധാരാളം, അതും ഒരു ചെറിയ സത്സംഗം തന്നെയായിരുന്നു. ഭഗവാന്റെ മുമ്പിലിരുന്ന് ആ കഥ കേൾക്കുക, പറയാന്ന് ചെയ്യണതിൻ്റെ ഒരു മഹത്വം, അത് എത്രണ്ട് ആ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, ആ ഒരു സുഹൃതം ഒക്കെ അദ്ദേഹം അതിനെ പറ്റിയിട്ടൊക്കെ അങ്ങനെ സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവർ എന്നോട് പറഞ്ഞത്, ഇടത്തി ക്ഷണിക്കാനൊന്നും ആരും വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞ് അത്രയും ഒരു വിനയത്തോട് കൂടിയിട്ട്. നമ്മളൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ നമസ്കരിക്കാൻ വരികയാണ് അദ്ദേഹം. എന്തൊരു വിനയത്തോട് കൂടിയിട്ടാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും അതെ ഗുരുവായൂരപ്പൻ്റെയൊക്കെ അടുത്ത് പോയ പോലെയുള്ളൊരു അനുഭവമായിരുന്നു. അത്രയും ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ നിറച്ച്. സാധ്യമായിട്ടുള്ളൊരു പത്നി അദ്ദേഹത്തിൻ്റെ. അപ്പോൾ വളരെ നമുക്ക് എത്രയോ കാലങ്ങളായിട്ട് പരിചയമുള്ളതും സ്നേഹമൊക്കെ അങ്ങനെ തോന്നിപ്പോകും അവരെ കണ്ടാൽ. അപ്പോൾ അതിനൊക്കെ ഒരു ഭാഗ്യം മുല്ലവർലി തേവർ അനുവദിച്ച് തന്നതാണ്. അവിടെ അടുത്ത് തന്നെ സംഗമേശൻ തമ്പുരാൻ്റെ സപ്താഹം നടക്കേണ്ട മൂഴിക്കുളത്ത് എൻ്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള സീത ചേച്ചി പാരായണത്തിനൊക്കെ സീത ചേച്ചിയാണെന്ന് കേട്ടു. പക്ഷേ കൂടെ വേറെ ഉള്ളത് കൊണ്ട് എനിക്ക് അവിടെ ചെന്നൊരു ഒന്ന് നമസ്കരിച്ച് പോരണമെന്ന് നല്ല മോഹം ഉണ്ടായിരുന്നു. മനസ്സുകൊണ്ട് നമസ്കരിക്കാനേ സാധിച്ചുള്ളൂ. എന്തായാലും എല്ലാം മുല്ലവർലി തേവരുടെ അനുഗ്രഹം പോലെ വരട്ടെ. ഇത്തവണ സപ്താഹത്തിന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അവിടെ താമസിച്ച് സപ്താഹം കേൾക്കാനായിട്ട് സൗകര്യം ഉണ്ടാവുമെന്ന്. ഞാനത് സംസാരിച്ചപ്പോൾ ഉള്ള സൗകര്യത്തിൽ വന്നോളൂ താമസിക്കാനായിട്ട്, കാരണം വീടുകളിൽ സൗകര്യം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് വീടുകൾ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം അവിടെ അങ്ങനെ നമുക്ക് താമസിക്കാൻ സപ്താഹത്തിന് അവരോട് ചോദിച്ചാൽ അവർ ആ വീട് നമുക്ക് തുറന്നു തരും. അപ്പോൾ താമസിക്കാനായിട്ട് സൗകര്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സപ്താഹത്തിന് വരണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് കേൾക്കാനുള്ള വരാമെന്ന് പറഞ്ഞവരുണ്ട്, 3 ദിവസത്തേക്ക് വരാമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് 2-3 പേര് വന്നിട്ടുണ്ട്, ഇവിടെ താമസിച്ച് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും കൂടി ഇവിടുന്ന് താമസിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വീടുകൾ അവിടെ തൊട്ടടുത്ത് അമ്പലത്തിൻ്റെ അടുത്തുള്ളത് അത് സൗകര്യമാണ്. അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾ സൗകര്യപ്പെടുത്തി തരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് വരണത്, ആരൊക്കെയാണ് സപ്താഹത്തിന് എത്തിച്ചേരണത് എന്നുണ്ടെങ്കിൽ വരാൻ ആഗ്രഹമുള്ളവർ നേരത്തെ കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് അത് പറയണം, ഇന്ന വരണ്ട് എന്നുള്ളത് പറയണം. കാരണം എത്ര പേരുണ്ട് എന്ന് അനുസരിച്ച് അതിന് നമുക്ക് ഇവിടെ അടുത്ത് ഗുരുവായൂർ പോലെയൊന്നും അല്ലല്ലോ, ഒരു ഗ്രാമപ്രദേശമല്ലേ. അപ്പോൾ നമ്മൾ വീടുകളിൽ അമ്പലത്തിലുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഭക്ഷണം അമ്പലത്തിലുള്ളവർ തന്നെ ഉണ്ടാക്കുകയാണ്, അല്ലാണ്ട് ആരെയും അങ്ങനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെയുള്ളവരൊന്നുമല്ല, അമ്പലത്തിലുള്ളവർ തന്നെ ഉണ്ടാക്കുകയാണ്. അതുപോലെ വൈകിട്ടുള്ള ഭക്ഷണവും വീടുകളിൽ നിന്ന് തന്നെയാവും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പം നമ്മളതിനൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എത്ര പേരുണ്ടാവും എന്നൊക്കെ അറിയണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സപ്താഹം കേൾക്കാനായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അറിയുന്നവരെ കൃഷ്ണബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ആഹാരമൊന്നൊരു വിഷയമല്ല. അവർക്ക് വൈകിട്ട് കഞ്ഞിയോ പയറോ അങ്ങനെ എന്തെങ്കിലും ആയാലും അവർക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. പറഞ്ഞാൽ അതൊന്നുമല്ല, വേണ്ടത് എന്താ വെച്ചാൽ അത് ഒരുക്കി കൊടുക്കാം എന്ന് അമ്പലത്തിൽ നിന്ന് ഏറ്റിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആരൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം. ഇനി സമയമൊന്നുമില്ല, ഫെബ്രുവരി അല്ലേ, മാർച്ചും കഴിഞ്ഞ് ഏപ്രിൽ, 1 മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഒരുക്കണം. അപ്പം എല്ലാവരും, എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സാധിക്കുന്നവരെല്ലാവരും നമുക്കുള്ള സ്ഥലത്ത് കിടക്കാം, അല്ലെ, ഒരു പായ വിരിച്ചിട്ടായാലും നിരന്ന് കിടക്കാൻ ഉള്ളൊരു മനസ്ഥിതി, എന്തൊരു ഭാഗ്യം അങ്ങനെയൊക്കെ കിടക്കണത്. വൃന്ദാവനത്തിൽ പോകുമ്പോൾ നമ്മളെങ്ങനെയാണോ കിടക്കണേ അതുപോലെ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാം, ഒരുമിച്ചിരുന്ന് ഭാഗവതം കേൾക്കാം. എല്ലാവരും വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു കൊതി ആണ്. തേവരോടും പറയണു, നിങ്ങളോടും പറയണു, വരാൻ സാധിക്കുന്നവരൊക്കെ വരണം. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ആ ഒരു സപ്താഹമായിട്ട്, തേവരുടെ സപ്താഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയാണ് മുല്ലവർലി തേവർ. അപ്പം നമ്മുടെ വീട്ടിൽ അല്ലെ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു വിവാഹം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ
അകലങ്ങളിലുള്ളവരൊക്കെ എല്ലാവരും ലീവ് എടുത്തിട്ടും ഒക്കെ ഇങ്ങനെ വന്ന് താമസിച്ച് അതിൽ പങ്കെടുക്കണ പോലെ നമ്മുടെ തേവരാണ്. തേവർ എത്ര കാലമായി നമ്മളെ ഓരോരുത്തരെയും കാണാൻ കാത്തിരിക്കണം. അപ്പോൾ ആ തേവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു സമയത്ത് വരാൻ സാധിക്കാൻ ചില ഭാഗ്യമല്ലേ. എല്ലാ ദിവസവും വരാൻ പറ്റില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളിൽ വരാൻ, അല്ലെ ആ 7 ദിവസവും 8 ദിവസവും വന്ന് താമസിക്കാൻ സാധിക്കില്ലെങ്കിൽ ഗുരുവായൂർ ധാരാളം പേര് അങ്ങനെ 8 ദിവസം താമസിച്ച് സപ്താഹം കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടി സുഖമായിട്ട് ഇവിടെ വന്നിരുന്ന് കേൾക്കാമെന്ന്. കാരണം ഗുരുവായൂർ നമ്മൾ ചെന്നിരുന്ന് അങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ നമ്മളുടെ മനസ്സൊക്കെ പിന്നെ അമ്പലത്തിലത്തെ കാര്യങ്ങൾക്കും അവിടെ തൊഴാൻ പോകണു, അങ്ങോട്ട് പോകണു, അങ്ങോട്ടൊക്കെ അങ്ങനെ മനസ്സ് ഓടിപ്പോവും. പിന്നെ ഓരോരോ നിറയെ സാധനങ്ങൾ വാങ്ങേണ്ട കാര്യങ്ങൾ പലതിലും നമ്മുടെ മനസ്സിങ്ങനെ വ്യതിചലിച്ച് പോവും. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ ഒന്നുമില്ല, സുഖമായ നല്ലൊരു അന്തരീക്ഷം, ഗ്രാമപ്രദേശം, വേറെ ഒന്നും ചിന്തിക്കാനില്ല. കഥ കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് സ്വസ്ഥമ. പിന്നെ നാമം ജപിക്കുക, ഈ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് വേണ്ട. അപ്പം അങ്ങനെ നമുക്ക് കഥ കേൾക്കാനും നാമം ജപിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ആ വിശേഷങ്ങൾ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നിങ്ങളെല്ലാവരും കണ്ടതാവൂലേ. മുല്ലോർലി തേവരുടെ സന്തോഷം ശരിക്കും ആ തേവർ പ്രകടാക്കി ഒരു കുഞ്ഞിലൂടെ. അതുവരെ ആ കുഞ്ഞ് മിണ്ടാണ്ടിരുന്ന കുഞ്ഞാണ്. അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിന് ശേഷം അത് ശബ്ദിച്ചില്ല. അത് സന്തോഷത്തോടു കൂടി ഒരു ഒച്ചയെടുക്കുക ചെയ്തത്. അതിന് മുമ്പും അത് ശബ്ദിച്ചില്ല, അതിന് ശേഷം ശബ്ദിച്ചില്ല. അപ്പോഴാണ് അപ്പോൾ ശരിക്കും ഭഗവാന്റെ തന്നെ ആഹ്ലാദം നമ്മളെ അറിയിച്ചതാണ്. നമ്മളെ ഓരോരുത്തരും നാമജപത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോന്നിലും ഭഗവാൻ അത്രയധികം സന്തോഷിക്കുന്നു. ഓരോരുത്തരുടെ ഹൃദയത്തിലും ഇരുന്ന് ആ ഭഗവാൻ അതുപോലെ ആ സന്തോഷം നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാ ചിന്തകളും വിട്ടിട്ട് ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കണം. അതിന് അത്രയും മഹത്വമുണ്ട്. കാരണം ഇതിൻ്റെ മഹത്വമൊന്നും അധികം അറിയണില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം അറിയണില്ല. നമ്മുടെ വിചാരം എന്താണെന്നറിയോ, അമ്പലത്തിൽ പൂജ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും അത് ചെയ്യുക, അതാണ് മഹത്വം. മറ്റത് നേരം പോവാണ്ട് നമ്മളിവിടെ ഇരുന്ന് നാമം ജപിക്കണം, അങ്ങനെയല്ല. അവിടെ അമ്പലത്തിൽ എത്ര ശ്രദ്ധയോട് കൂടിയിട്ട് പൂജ ചെയ്യണ്ടോ അത്രയും ശ്രദ്ധയും അത്രയും മഹത്വം തന്നെ ഈ നാമജപത്തിന് നമ്മൾ കൊടുക്കണം. ഭഗവാന്റെ പാദത്തിലേക്കാണ് നമ്മളിതൊക്കെ സമർപ്പിക്കുന്നത്. അവിടെ പല വിധത്തിലുള്ള മന്ത്രം കൊണ്ടും മുദ്രകളെ കൊണ്ടും ഒക്കെ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ഇത് പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം. അപ്പോൾ അതിന് എത്ര പരിശുദ്ധി വേണം, അപ്പോൾ എത്ര ആത്മാർത്ഥത വേണം അല്ലേ, അത് അത്രയും വേണം. അതിൻ്റെ ഇടയിൽ നമുക്ക് കഴിയുന്നതും യാതൊരു ഭംഗവും വരാണ്ടൊക്കെ നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദ്രവ്യകലശം ഉണ്ടായിരുന്നു. അവിടെ ദ്രവ്യകലശം നടന്നുകൊണ്ടിരിക്കുക. നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുറച്ച് സമയത്തിനിടയ്ക്ക് അവിടെ ചെന്നിട്ട് വേറെ കുറച്ച് കാര്യമുണ്ട്, ഒന്ന് എണീറ്റ് അവിടെ നിന്ന് മാറും. ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പൂജ തുടങ്ങാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതേ മഹത്വം തന്നെയുണ്ട് നാമജപത്തിന്. കാരണം അതൊരു യജ്ഞമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആ യജ്ഞത്തിൽ അങ്ങനെ തന്നെ ഇരുന്ന് ജപിക്കുക വേണ്ടത്. അവിടെ നിന്ന് പിന്നെ വ്യതിചലിക്കരുത്. അതുപോലെ സപ്താഹവേദിയിലായാലും വരുമ്പോൾ അത് ശ്രവണമാണ് അവിടെ മുഖ്യമായിട്ടുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രവണം. കാര്യം നമ്മുടെ കയ്യിൽ ഭാഗവത ഗ്രന്ഥം ഉണ്ടാവും. നമ്മളതിൽ നോക്കിയിരിക്കുമ്പോഴും ആ വായിക്കുന്നതിനെ ശ്രവിച്ചാൽ മാത്രമേ കൂടുതലായിട്ട് ആ ഭാഗവതം നമ്മുടെ ഉള്ളിലേക്ക് എത്തുള്ളൂ. ശ്രവണത്തിന് വളരെയധികം മഹത്വമുണ്ട്. അങ്ങനെ കേട്ട് 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 വേണം ഉള്ളിൽ പതിയാനായിട്ട്. പിന്നെ ഇതുപോലെയുള്ള സത്സംഗത്തിൽ വന്നാൽ നാവ് എന്തിനു വേണ്ടിയിട്ടാണ്? നാമം ജപിക്കാൻ മാത്രം. നാമം ജപിക്കാനല്ലാണ്ട് ആ നാവ് ചലിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ഓരോരുത്തരും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിങ്ങനെയൊക്കെ കൊതിയോട് കൂടിയിട്ട് കാത്തിരിക്കാം നമ്മളെ തേവരുടെ മുമ്പിലുള്ള ആ സപ്താഹത്തിന് വേണ്ടിയിട്ട്. ഓരോരോ കഥകളും കേൾക്കാൻ സാധിക്കും. എത്ര ഭക്തന്മാരുടെ കഥകളാണ് അല്ലേ. ഭാഗവതത്തിൻ്റെ ഉത്ഭവം തന്നെ അങ്ങനെയല്ലേ. എത്രയോ പുരാണങ്ങൾ എഴുതി എന്തെല്ലാം ചെയ്തു. വേദം
ത്തിനെ 4 ഭാഗങ്ങളാക്കിയിട്ട് തരം തിരിച്ചിട്ട് വേദവ്യാസൻ എന്നുള്ള പേര് വരെ അങ്ങനെയാണ് വന്നത്. അങ്ങനെയൊക്കെ വന്നിട്ട് പോലും ചെയ്തത് ഇത്രയൊക്കെ ചെയ്തിട്ടും മുഴുവൻ അങ്ങോട്ട് വെടുപ്പായില്ല. എന്തോ ബാക്കി നിൽക്കണു, വെടുപ്പായില്ല. ഇതിലും കൂടി എന്തൊക്കെയോ മറന്ന പോലെ, എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുള്ള പോലെ. പക്ഷെ അതെന്താ ചെയ്യണ്ടേന്ന് പറയില്ല. ആകെ കൂടി മൊത്തത്തിലൊരു ആത്മസംതൃപ്തി കിട്ടണില്ല. ഒരു ആത്മസംതൃപ്തി കിട്ടണ്ടേ? ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവണ്ടേ? അത് ഉണ്ടാവണില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തൊക്കെയോ ഒരു കുറവ് പോലെ. കാരണം ഇത് ഓരോന്നും ചെയ്യുന്നത് ജനങ്ങളിലേക്ക് ഇത് എത്തിയിട്ട് ഓരോന്നും ആ മനുഷ്യരിലൂടെ, മനുഷ്യനായിട്ട് ജനിച്ചത് തന്നെ ആ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ അറിവ് പകർന്നു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും, വേദവും ശാസ്ത്രവും പുരാണങ്ങളും ഒക്കെ അറിവിന് വേണ്ടിയിട്ടെല്ലാമായി. പക്ഷേ അറിവ് കൊണ്ട് മാത്രം ഈശ്വരനെ അനുഭവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം ഇത്രയും ഒക്കെ ചെയ്ത വേദവ്യാസന് ആ അറിവ് അത്രയും ഉണ്ട്. പക്ഷേ എന്തിൻ്റെയോ ഒരു കുറവ് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. അപ്പം അതിന് എന്താ ചെയ്യണ്ടേ എന്ന് ആലോചിച്ചു. ഇനി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എന്തെഴുതണം എന്ന് ആലോചിക്കുമ്പോൾ ഭഗവാൻ തന്നെ തൻ്റെ ഭക്തനെ നിയോഗിക്കുന്നു. കാരണം ആ ഒരു കുറവ് ആത്മാനന്ദത്തിനെ വേണ്ടതുപോലെ അനുഭവിക്കുകയാണ് വേണ്ടത്. എല്ലാ അറിവും അറിയേണ്ടതിനെ അറിയാൻ വേണ്ടിയിട്ടാവണം. അല്ലാണ്ട് ഒരു വ്യക്തിക്ക് ഇതൊക്കെ പഠിച്ച് PhDയും അതിൻ്റെ അപ്പുറത്തൊക്കെ പഠിച്ച ഡിഗ്രികളൊക്കെ നേടി അതിങ്ങനെ ഒരു കടലാസിൽ എഴുതി വെച്ചത് കൊണ്ടൊരു കാര്യമില്ല. ആ അറിവിനെ അനുഭവത്തിൽ വരുത്തിയിട്ട് അവനവൻ അനുഭവിക്കാറാക്കണം. ഇന്ന് ഞങ്ങൾ സംസാരിച്ചുള്ളൂ ഭാഗവതം ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞ് എത്രയെത്ര കഥകളാണ്. 7 ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ജീവനെ ബോധിപ്പിക്കുന്നത്? നാമസങ്കീർത്തനം യസ്യ സർവപാപ, അല്ലെ, എല്ലാ പാപത്തിൻ്റെയും പ്രനാശനം. വെറും നാശം എന്ന് പറയണില്ല, പ്രനാശനം എന്ന് വെച്ചാൽ മുച്ചൂടും നശിപ്പിക്കുക, സർവപാപങ്ങളും മുച്ചൂടും ഇല്ലാണ്ടാക്കുക. അതാണ്. അപ്പോൾ അതിനെയാണ് നാമസങ്കീർത്തനം. അപ്പം അങ്ങനെ നാമം ചെല്ലുക എന്നുള്ളതാണ് ഭാഗവതം. നമുക്ക് ആ നാമത്തിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഓരോ കഥകളും ഓരോ അനുഭവങ്ങളും. പല രാജാക്കന്മാരും ജനിച്ചു എന്നും പല രാജാക്കന്മാരും മരിച്ചു എന്നും അങ്ങനെയുള്ള ധാരാളം കഥകളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അതിൽ ചോദിച്ച ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തിനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ സ്വരൂപത്തിൽ ജനിച്ചത്? എന്തിനാണ്? ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ദുഃഖങ്ങളിൽ നിന്ന് നിവർത്തി നേടാൻ എന്താണ്? അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉള്ള ഉത്തരം എന്താ? നാമം ജപിച്ചാൽ മതി എന്നാണ്. അപ്പം നമ്മൾ പറയണം നാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനെ വേണ്ടതുപോലെ അതിനെ ഉൾക്കൊണ്ട് നാമം ജപിക്കില്ല. അപ്പം അതിന് പല വിധത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെ, പല വിധത്തിലുള്ള അനുഭവ കഥകളിലൂടെ, അപ്പം അതാണ് ഭഗവാന്റെ മാഹാത്മ്യത്തെ. നാമം ജപിക്കാൻ തോന്നണമെങ്കിൽ എന്ത് വേണം? ഈശ്വരൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവണം, തിരിച്ചറിയണം. അപ്പം ഈശ്വരൻ്റെ മഹത്വം, ആ ഭഗവാന്റെ കാരുണ്യം, ആ കൃപാകടാക്ഷം, ആ ഭക്തവാത്സല്യം, ഇതൊക്കെ എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ട്, അത് നമ്മളെപ്പോലുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഓരോരുത്തർക്കും ഉണ്ട് ഓരോരോ കഥകൾ, അല്ലേ? ഓരോ കഥകളിലൂടെ ഇതൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ പല 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 അനുഭവങ്ങൾ, കഥകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഇവിടെ ഇരുന്നതാണ് നമ്മൾ സത്സംഗം ചെയ്യേണ്ടത്. അല്പം നിമിഷം കഴിഞ്ഞാൽ ഇത് കഥയായിട്ട് മാറി. അതാണ് കഥ, കഴിഞ്ഞു പോയതൊക്കെ. അപ്പം അതുകൊണ്ടാണ് കഥ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ചിന്തിച്ച് സൃഷ്ടിക്കണ ഒരു ഭാവന സൃഷ്ടിയൊന്നുമല്ല. അത് സത്യമായിട്ട് ഈ സത്യസ്വരൂപനായ ഭഗവാൻ ആടിയ ലീലയാണ്, ഓരോ ജീവനെയും തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ തുടക്കത്തിൽ തന്നെ ആ ഭാഗവതത്തിന് ഇങ്ങനെ പറയുമ്പോൾ പറയണു, ഭഗവാനെ, ആ ഭഗവത് കഥകളെ അനുസ്മരിക്കൂ. ഭഗവാനെ, ആ നാരദ മഹർഷിയാണ് ആദ്യം പറഞ്ഞത്. ഞാനിതാ ഇപ്പോൾ അനുഭവിക്കുന്ന ആനന്ദം ഉണ്ടല്ലോ, ആ ആനന്ദത്തിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ
ഋഷീശ്വരന്മാരുടെ അടുത്ത് നിന്ന് ഈശ്വരൻ്റെ നാമജപത്തിനെ കേൾക്കാൻ സാധിച്ചതാണ് എൻ്റെ ഭാഗ്യം. എങ്ങനെയാണ് ഞാൻ കേട്ടതെന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മ ജോലി ചെയ്തിരുന്ന സ്ഥലത്താണ് ചാതുർമാസ്യത്തിന് അവർ വന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനായിട്ട് എല്ലാം ചെയ്യുമ്പോൾ പറയുന്നു, കൊച്ചു കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയുക, കുട്ടികളോട് മോനെ ഇതൊന്നും അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക, മോനെ ഇതൊന്നും അങ്ങോട്ട് ശരിയാക്കുക, മോനെ അതൊന്നും അവിടെ വിരിച്ചിട് എന്നിട്ട് നമ്മൾ ഈ കുട്ടികളെ പറഞ്ഞേക്കും അല്ലേ. നമ്മൾ ആ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ കുട്ടികൾക്കതൊരു ഉത്സാഹം, അവരെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് പൂക്കൾ ഒരുക്കി കൊടുക്കാനും അവിടെയുള്ള ദർഭപ്പുല്ല് കൊണ്ടു കൊടുക്കാനും അവിടെയൊക്കെ എല്ലാം ഓരോന്ന് ഒരുക്കാനൊക്കെ ഈ കുട്ടിയെ അതിന് കഴിയുന്നത് പോലെ സഹായിക്കുന്ന സമയത്ത് അവർ അവിടെ ജപിച്ചിരുന്ന മന്ത്രങ്ങളാണ്. അത് കേട്ടു. ആ കേട്ടപ്പോൾ എന്തോ ഒരു ആകർഷണീയത ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതിന് തോന്നി. അപ്പോൾ വീണ്ടും വീണ്ടും അത് കേൾക്കാൻ തോന്നി. ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണ കണ്ടപ്പോൾ ആ ഋഷീശ്വരന്മാരെ അടുത്ത് വിളിച്ചിട്ട് ഈശ്വരൻ നാമങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി, പറഞ്ഞു കൊടുത്തു. അത് പഠിച്ച് ജപിക്കാൻ തുടങ്ങി. അങ്ങനെ നാമം ജപിച്ച് ഇരുന്നിട്ടാണ് ആ ചാതുർമാസ്യം കഴിഞ്ഞ് അവർ പോയപ്പോൾ കുട്ടിക്ക് ആഗ്രഹമായിരുന്നു അവരുടെ കൂടെ പോകണം. അതിന് കൊതി മാറണില്ല. സത്സംഗത്തിലിരിക്കുമ്പോൾ 7 ദിവസം സപ്താഹം കഴിഞ്ഞിട്ട് ആചാര്യം പോകുമ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ തന്നെയല്ലേ, നമുക്ക് കൂടെ പോകാൻ ആചാര്യൻ്റെ കൂടെ പോയി ഇനി എവിടെയാണ് സപ്താഹം വെച്ചാൽ അത് കേൾക്കായിരുന്നു എന്നൊക്കെ അന്നത്തെ ദിവസം. അടുത്ത ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഈ ലോകത്തിൻ്റെ ഉള്ളിൽ മുങ്ങും. പക്ഷേ നാരദർ അങ്ങനെയല്ലായിരുന്നു. അതാണ് നമ്മളും നാരദരും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ അവർ പോകുമ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് സങ്കടമാവും, അമ്മയെ സങ്കടപ്പെടുത്താൻ പാടില്ല, അമ്മയുടെ കാലം കഴിയണവരെ ഉണ്ണി ഇവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങളുടെ കൂടെ വന്നു എന്നുള്ളതുകൊണ്ടൊരു പ്രത്യേകതയൊന്നുമില്ല. എവിടെയാണോ നമ്മളിരിക്കണേ അവിടെ ഇരുന്ന് ഞങ്ങൾ പറഞ്ഞു തന്ന കഥകളൊക്കെ ചിന്തിക്കുക, ഞങ്ങൾ പറഞ്ഞു തന്ന നാമം ജപിക്കുക, ഞങ്ങൾ പറഞ്ഞു തന്ന രൂപത്തിൽ ഈശ്വരനെ ധ്യാനിക്കുക. അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി എവിടെയാണോ ഇരിക്കണേ അവിടെ ഇരുന്നിട്ട് അത് ആ ഋഷീശ്വരന്മാർ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അമ്മയെ സർപ്പദംശനം ഏറ്റിട്ട് അമ്മ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതോടൊത്ത് കൂടിയിട്ട് തൻ്റെ ആ ഒരു നിയോഗം അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കാട്ടിൽ പോയിരുന്ന് നാമം ജപിക്കാൻ തുടങ്ങി. നാമം ജപിച്ച് ധ്യാനത്തിൽ ആ ഉള്ളിൽ രൂപം ഉറപ്പിച്ച് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു രൂപമാണോ ഉള്ളിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ രൂപം പെട്ടെന്ന് അങ്ങോട്ട് തെളിഞ്ഞ് പ്രകാശിച്ചു. ഉള്ളിൽ ആ പരമാനന്ദം അനുഭവിച്ചു കഴിഞ്ഞതിൻ്റെ ഉടനെ മറഞ്ഞുപോയി. ഇങ്ങനെയുള്ള കഥകൾ ധാരാളം ഭാഗവതത്തിൽ കാണാം. മറഞ്ഞു പോയി കഴിയുമ്പോൾ അതൊരു നമ്മളിൽ ഒരു കൊതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മറഞ്ഞു പോയ അവസരത്തിൽ ആകെ വിഷമിച്ചപ്പോൾ പറഞ്ഞു, ഈ ഒരു ജന്മം കർമ്മപ്രാരാബ്ധം തീർന്നിട്ടില്ല, ഇനി അടുത്ത ജന്മത്തിൽ എന്നെ അനുഭവിക്കാൻ പറ്റും, എൻ്റെ നാമം ജപിച്ചുകൊണ്ട് ആനന്ദത്തിനെ അനുഭവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ആ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിലാണ് എനിക്ക് ഇതുപോലെ ഭാഗ്യം കിട്ടിയത്. അപ്പം അതുകൊണ്ട് നാമജപത്തിൻ്റെ മഹത്വം, ഇതുപോലെയുള്ള ഭക്തന്മാരുടെ മഹത്വം, ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് പറയൂ. അങ്ങനെ ഭഗവാന്റെ ആ മഹാത്മ്യം കേൾക്കുമ്പോൾ, ഭഗവാന്റെ നാമങ്ങളെ പറ്റി കേൾക്കുമ്പോൾ, ഭക്തന്മാരെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഈശ്വരഭാവം നിറയും. നമുക്ക് നാമം ജപിക്കാനൊക്കെ തോന്നും. അത്രയേ ഉള്ളൂ. നാമം ജപിക്കാൻ തോന്നുക എന്നാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അജാമിളൻ്റെ കഥ പറയുമ്പോൾ എന്താ ഉണ്ടാവണേ? അജാമിളൻ്റെ കഥ പറയുമ്പോൾ അവസാന നിമിഷത്തിൽ വിഷ്ണു പാർഷദന്മാരെ കാണണു, അവരുടെ സംഭാഷണം കേൾക്കണു, അത് കഴിഞ്ഞ് അപ്പം തന്നെ അവർ മറിഞ്ഞു പോകണു അല്ലേ. ഇപ്പം അത് എങ്ങനെയാണോ ഉള്ളിൽ തോന്നിയ ആ രൂപം മറിഞ്ഞു പോയത്, അപ്പം ആ കൊതി ഉണ്ടാവുകയാണ്, ഇനിയും അനുഭവിക്കണം, അനുഭവമാവും എന്ന് ബോധ്യമായില്ല. നാമം ജപിച്ച് നമുക്ക് കൊച്ചു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബോധ്യമാവും ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട്, ആ ഈശ്വരനെ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. അതുപോലെ ആ അജാമിളനും ബോധ്യമായി ഈശ്വരൻ നാമാണ് വേണ്ടത്. ഇതുവരെ ജീവിതത്തിൽ ചെയ്ത പിഴകളൊക്കെ ഓർമ്മ വന്നു. എല്ലാത്തിനും ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈശ്വരനാമം ജപിക്കുക. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് പോയിട്ട്
ആ നരനാരായണന്മാരുടെ തിരുമുമ്പിൽ ചെന്നിരുന്നിട്ട് ഈശ്വരഭജനം ചെയ്ത് നാമം ജപിച്ചിട്ടാണ് സാക്ഷാത്കാരം നേടിയത്. അതുപോലെ ഓരോ കഥകളും ഇന്ദ്രദ്യുമ്നൻ എന്നുള്ള മഹാരാജാവിൻ്റെ കഥ കേൾക്കും പോലെ. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഈശ്വരഭജനം മാത്രം മതി എന്ന് പറഞ്ഞു വരുന്നു. നമ്മളിൽ പലർക്കും ഓരോരുത്തരെയും കാണിച്ചു തരികയാണ്. ചിലർ നമ്മളെല്ലാം നമ്മളായിട്ട് ഉപേക്ഷിച്ചിട്ട് അതുകൊണ്ട് കാര്യമില്ല, നമ്മളുടെ കർമ്മപ്രാരാബ്ധം വിട്ടു പോകണമെന്ന്. അപ്പോൾ ഗുരുനാഥന് മനസ്സിലാകണു ഈ ഒരു രാജാവിൻ്റെ കർമ്മപ്രാരാബ്ധം കുറച്ചും കൂടിയും ബാക്കിയുണ്ട്. അത് വിട്ടുപോകണമെങ്കിൽ ചിലത് നാമജപം കൊണ്ട് തന്നെ വിട്ടുപോകും, ചിലതെന്ത് ചെയ്യണം, അതിന് പ്രാരാബ്ധം അനുഭവിച്ചാവണം. അതുകൊണ്ടാണ് നാരദ ഋഷീശ്വരനോട് പറഞ്ഞത് ഈ ജന്മം പ്രാരാബ്ധം അനുഭവിച്ചാവണം, അടുത്ത ജന്മം ഈശ്വര സാക്ഷാത്കാരെന്ന്. ഇവിടെ വേറൊരു ജന്മം കൊടുക്കുക ചെയ്യണത് ഗജേന്ദ്രനായിട്ട്. അങ്ങനെ ആ ഉള്ളിൽ അടക്കി വച്ച കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് തോന്നുന്നു ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണത് തെറ്റാണ്, ഇതെല്ലാം നമ്മുടെ മാർഗം എന്നറിഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഉള്ളിൽ അടക്കിയിട്ട്, എന്നാൽ ആഗ്രഹം നിവർത്തി വന്നിട്ടില്ല, ആഗ്രഹങ്ങളെ അടക്കിയിട്ട് നമ്മൾ നിർബന്ധപൂർവം ഈ ഒരു പാതയിലേക്ക് തിരിയുമ്പോൾ ചില കാര്യങ്ങൾ അനുഭവിച്ച് തീർത്തില്ല എന്നുണ്ടെങ്കിൽ അത് സന്ദർഭം വരുമ്പോൾ, അതാണ് അജാമിളനുണ്ടായത്. സന്ദർഭം വന്നു, അങ്ങനെ ഒരു കണ്ടപ്പോൾ ആഗ്രഹം പൊട്ടി മുളച്ചു. അതേസമയം നരനാരായണന്മാരുടെ കഥയിൽ കേൾക്കില്ലേ, അവരുടെ തപസ്സിനെ ഇളക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ സുന്ദരിമാരെ പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊടയിൽ നിന്ന് ഉർവശി ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. അദ്ദേഹത്തിന് ഒരു ഇളക്കം തോന്നിയില്ല. കാരണം എന്താ, അദ്ദേഹത്തിന് അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ അതാണ് പറയണത് അപ്പം നമ്മുടെ ഉള്ളിലെ ആ കർമ്മവാസനകൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏതോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ അറിയാം. ഭഗവാനോട് കൂടുതൽ അടുത്ത് നാമം ജപിച്ച കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു മാറ്റം വന്നു നമ്മൾ തന്നെ പറയും. ഇപ്പം എനിക്ക് പണ്ടത്തെ പോലെ ദേഷ്യമൊന്നും വരുന്നില്ല, ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ സങ്കടമൊന്നും വരാറില്ല എന്നൊക്കെ പറയും. പക്ഷേ തീവ്രമായിട്ടുള്ളൊരു അനുഭവം വരണമെന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കാരണം അത് നമ്മുടെ ഉള്ളിൽ അത് വേണ്ട, അത് മനസ്സിലാക്കിയിട്ട് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അടക്കുക ചെയ്യണം. അടങ്ങിയത് അനുഭവിച്ച് വിട്ടു പോണ പോലെയല്ല. എല്ലാവരുടെയും കാര്യമല്ല പറയും, ചില ജീവന്മാരുടെ കാര്യം അങ്ങനെയാണ്. ചിലവർക്കത് അടക്കി കഴിഞ്ഞിട്ട് ജയിക്കാൻ പറ്റും, ചിലവർക്ക് അടക്കി ജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഗജേന്ദ്രന് അങ്ങനെ സാധിച്ചതില്ല. അപ്പോൾ ആനയുടെ ഭാവത്തിൽ നിന്ന് അനുഭവങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം തൻ്റെ അനുഭവത്തിലൂടെ ഒരു വിരക്തി ഉണ്ടാക്കി തീർത്തു. ആ വിരക്തി ഉണ്ടാക്കി തീർത്ത ഉടനെ തന്നെ സാക്ഷാത്കാരം കിട്ടിയില്ല. പിന്നെ അനേകായിരം വർഷങ്ങൾ എന്നാണ് പറയണേ. അത് കാരണം അനേകായിരം വർഷങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഒരു സന്തോഷം ആയിട്ടുള്ളൊരു കാര്യമാണ് അനുഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയും നമ്മളോട്. കുറച്ച് കഴിയുമ്പോൾ പറയാം 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ, ഇത്ര വേഗം 5 മിനിറ്റ് ആയി എന്ന് തോന്നുന്നില്ല, 1 മണിക്കൂറൊന്നും ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നും. അതേസമയം നമുക്ക് ദുഃഖത്തിൽ വിഷമത്തിൽ ആരെങ്കിലും കാത്തിരിക്കുക എന്തെങ്കിലുമുള്ള കാര്യമാണെങ്കിൽ 1 മണിക്കൂർ, ഇത് എത്ര നേരമായി, 1 മണിക്കൂറൊന്നുമല്ല, എത്ര സമയമായി, ഇത് 2-3 മണിക്കൂറായ പോലെ അല്ലേ തോന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ അനേകായിരം വർഷങ്ങളുടെ കഥ പറയുമ്പോൾ ആ കർമ്മപ്രാരാബ്ധങ്ങൾ അനുഭവിച്ച് ആ ദുരിതത്തിലാവുമ്പോൾ എത്രയോ കാലം അത് അനുഭവിച്ച് ഈശ്വരനാമം ജപിച്ച് ആരും ആശ്രയില്ല. എന്ത് വന്നാലും ഈശ്വരൻ മാത്രമേ ആശ്രയമുള്ളൂ. കർമ്മപ്രാരാബ്ധങ്ങളാണ്. ഈശ്വരൻ്റെ രൂപമോ ഭാവമോ ഒന്നുമില്ലാണ്ട് എങ്ങനെയാണുള്ള ആ പരബ്രഹ്മം, അത് എവിടെ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കണം ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. സർവപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തിനായിക്കൊണ്ട് നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ആ ഗജേന്ദ്രൻ ജപിച്ച് ആ ഗജേന്ദ്രൻ്റെ എല്ലാവിധത്തിലുള്ള പ്രാരാബ്ധ കർമ്മങ്ങളൊക്കെ അനുഭവിച്ച് അതിൽ നിന്നൊക്കെ മുക്തനായി കഴിഞ്ഞപ്പോൾ അവിടെ സാരൂപ്യമുക്തി കൊടുത്ത് അനുഗ്രഹിച്ചു. ഓരോ കഥകളും ഇങ്ങനെയാണ് ഭാഗവതത്തിലെ. ഓരോരോ കഥകളും നമ്മൾ കേൾക്കുമ്പോൾ ആ കേട്ട് ഇങ്ങനെ അനുഭവിച്ച് കേൾക്കണം. അപ്പോഴാണ് നമുക്കത് പറ്റുള്ളൂ.
അങ്ങനെ അനുഭവിച്ച് കേൾക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള നമ്മുടെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ സപ്താഹം നടക്കുന്നുണ്ട്, അല്ല ഒരു അമ്പലത്തിൽ എന്ന് വിചാരിച്ചാൽ നമുക്കൊരു പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇവിടെ തൊട്ടടുത്താണ്. എന്തായാലും അവിടെ ചെന്ന് താമസിച്ചിട്ടൊന്നും സാധിച്ചൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് പോയി വരാമെന്ന് പറയും. ഈ വീട്ടിൽ പൂവലും വരവൊക്കെ ആകുമ്പോൾ നമ്മളുടെ മനസ്സ് പിന്നെയും പല വിധത്തിലേക്ക് ചിന്നി ചിതറി പോകാനിടയുണ്ട്. വീട്ടിൽ വന്നു ആരെങ്കിലുമായിട്ട് ഫോൺ വിളിക്കണോ സംസാരിക്കണോ എന്തെങ്കിലും കാര്യം ചിന്നി ചിതറി പോകാനിടയുണ്ട്. അതേസമയം നമ്മളൊരു സ്ഥലത്ത് ചെന്ന് താമസിച്ച് നമ്മൾ അപ്പം ഞാനിത് കേൾക്കാനാണ് പോണത് കേട്ടോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് താമസിച്ച് ഇത് കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ, അങ്ങനെ കേൾക്കണ സമയത്ത് നമുക്ക് മനസ്സ് നിറഞ്ഞ് വേറെ ഒന്നുമില്ല. അതിപ്പോൾ 4:30 ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ പോകണ്ടേ അവിടെ അവർ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ആ സമയമാകുമ്പോൾ വരും. കാരണം പൂർണ്ണമായിട്ട് നമ്മുടെ ആ വാസനകളൊന്നും നശിച്ചിട്ടില്ല, നമ്മളെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ്. അതേസമയം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സപ്താഹമെങ്കിലും ഇതുപോലെ കൊല്ലത്തിലൊരിക്കലും ഒരു സപ്താഹമെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കേട്ട് അനുഭവിക്കണം. അപ്പോഴാണ് അത് നമുക്ക് അനുഭവമാവുള്ളൂ. അതിന് മാത്രം പ്രാധാന്യം കൊടുക്കണം. നമുക്ക് ബാക്കിയുള്ളതിനൊന്നും പ്രാധാന്യം കൊടുക്കാണ്ട് എന്താണോ കിട്ടിയ അത് കഴിക്കുക, എങ്ങനെയാണോ സൗകര്യം അതുപോലെ കിടക്കുക, അങ്ങനെ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാണ്ട് ആകെ കൂടി ഈ ഭാഗവതത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മളത് കേൾക്കുകയാണെങ്കിൽ ശരിക്കും അതെല്ലാം നമുക്ക് അനുഭവമാവുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അനുഭവമാവും. അങ്ങനെ ഓരോരുത്തർക്കും അത് അനുഭവം ആവാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ അവിടെയും എന്താ മുല്ലവള്ളിത്തേവരുടെ തിരുമുമ്പിൽ 3ാമത് സപ്താഹം വരികയാണ്. ആ സപ്താഹത്തിന് നിങ്ങളെ എല്ലാവരെയും ഇപ്പോഴേ തന്നെ ക്ഷണിക്കുകയാണ്. നോട്ടീസൊക്കെ വന്നാൽ, നോട്ടീസ് ഒക്കെ അടിച്ച് വന്നാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നോട്ടീസിലിപ്പോൾ എന്താ 1-ാം തീയതി വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം മഹാത്മ്യം അടുത്ത ദിവസം തൊട്ടിട്ട് തുടങ്ങും, നമുക്കതൊക്കെ അറിയാം. നോട്ടീസുകളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ നമുക്ക് ആ പ്രാധാന്യത്തോട് കൂടിയിട്ട് കേൾക്കാൻ വരാനായിട്ട് സാധിക്കട്ടെ. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ നേരത്തെ കൂട്ടിയിട്ട് അധികം വൈകാണ്ട് തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യട്ടെ. ബോംബെ നിന്നൊക്കെ ചിലർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് വരാമെന്ന് പറഞ്ഞവരുണ്ട്, പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരാമെന്ന് പറഞ്ഞവരുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് വരികയെന്നറിയില്ല. ആരായാലും നേരത്തെ കൂട്ടി അറിയിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സത്സംഗമങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, നാമജപത്തിന് വേണ്ടിയിട്ട്, ഒരേ മനസ്സോടുകൂടി ഇത് കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടതുപോലെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഇതിൽ ആദ്യാവസാനം പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നമുക്ക് കുറച്ച് സമയം നാമം ജപിച്ചിട്ട് ഈ സത്സംഗം അവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണ മദീയ ജന്മം.